ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബാറ്ററി ബാങ്ക് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട BMS ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഉള്ളത് കൊടുത്തിരിക്കുന്നത് ലോഡ് എടുക്കാനുള്ള ഭാഗമാണ്. ലോഡെന്ന് വെച്ചാൽ ഔട്ട്പുട്ട്. പിന്നെ 12.6 വോൾട്ട്, 8.4 വോൾട്ട്, 4.2 വോൾട്ട്, 0 വോൾട്ട്, ഇതെല്ലാം ബാറ്ററി ബാങ്കിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യേണ്ട പൊസിഷൻസ് ആണ്. പല വോൾട്ടേജ് നമ്മൾ ആ ബാറ്ററി ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ലിഥിയം അയോൺ ബാറ്ററി ബാങ്ക് ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ BMS. ഇത് യൂസ് ചെയ്യുന്നതിന് മറ്റൊരു പല യൂസ് ഉണ്ട്. ഒന്നാമത്തെ, ഓവർ ഡിസ്ചാർജ് ആകാതെ നോക്കൂ, അതേപോലെ ഓവർ വോൾട്ട് കയറാതെ നോക്കൂ. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയാണ് നമ്മൾ BMS യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇതിപ്പോൾ പാരലി സീരീസിൽ കൊടുത്തേക്കുമല്ലേ 3 ബാറ്ററി. അപ്പോൾ അതിൻ്റെ ഈക്വലൈസേഷൻ നടക്കാനും ഈ BMS സഹായിക്കും ചാർജ് ചെയ്യുന്ന ടൈമിൽ. അല്ലാതെ നമ്മൾ നോർമലി എടുത്ത് ഒരു ബാറ്ററി ബാങ്കിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഈക്വലൈസ് ആകത്തില്ല. അപ്പോൾ പല ബാറ്ററി പല വോൾട്ടേജിൽ നിൽക്കും. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇങ്ങനൊരു BMSന് സഹായം വേണം. അപ്പോൾ ഈ BMS വളരെ അത്യാവശ്യമാണ് ബാറ്ററി ബാങ്ക് ഉണ്ടാക്കുന്ന ടൈമിൽ. ഇനി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സോക്കറ്റാണ്. 18650യുടെ സോക്കറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഞാൻ ഈ 4.2, 8.4 വോൾട്ട്, പിന്നെ 12.6 വോൾട്ട് വരുന്ന രീതിയിൽ ഞാൻ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. കണക്ഷൻ ഇടയ്ക്ക് ടാപ്പ് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ 3 ബാറ്ററിയുടെ ബാങ്കാണ്. 3 ബാറ്ററി എന്ന് വെച്ചാൽ 4.2 വോൾട്ടിൻ്റെ 3 ബാറ്ററി. ഫുൾ ചാർജ് 12.6 വരും. പിന്നെ ഈ 3 ബാറ്ററി വരുന്നത് കൊണ്ട് തന്നെ ഇതിന് BMSലും നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ബാറ്ററിയുടെ വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയാണ് ഈ രീതിയിൽ നമ്മൾ ഈ വയറെല്ലാം വെളിയിലോട്ട് എടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഫസ്റ്റ് ബാറ്ററിയുടെ ആണ് 4.2 വോൾട്ട്, പിന്നെ രണ്ടാമത്തെ ഒരു ബാറ്ററിയുടെ കൂടെ അഡീഷൻ വരുമ്പോഴാണ് 8.4 വരുന്നത്. മൂന്നാമത്തെ ബാറ്ററി അഡീഷനാണ് 12. അപ്പം BMSന് തന്നെ ഓരോ ഇൻഡിവിജ്വൽ സെല്ലിൻ്റെ ഈ വോൾട്ടേജ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം വോൾട്ടേജ് ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടത്തേക്ക് 12.6ൻ്റെ സപ്ലൈ കൊടുക്കാനായിട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് സോൾഡറിങ് ഗൺ യൂസ് ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സപ്ലൈ കൊടുക്കുന്ന ടൈമിൽ ഇത് മാറിപ്പോകാൻ നോക്കുക. നമ്മൾ കറക്റ്റായിട്ട് മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഇത് കൊടുക്കുക. ഓരോ വയറും നമുക്ക് കൊടുക്കേണ്ട വോൾട്ടേജ് ആയിട്ട് ഈക്വൽ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം. ഇപ്പം ഞാൻ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് പല കളറിലെ വയർ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് വേണമെങ്കിൽ സ്വീകരിക്കാം. അതല്ല, ഒരേ കളർ വയറാണ് യൂസ് ചെയ്യുന്നത്, കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. ഈ ബാറ്ററി ഊരി വെച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്, വയറെല്ലാം ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം. കാരണം ഷോർട്ട് ആകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ഇങ്ങനത്തെ 2 പിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പിന്നിൻ്റെ ആവശ്യം എന്നാൽ ഒരെണ്ണം നമുക്ക് ലോഡ് എടുക്കാനും മറ്റൊന്ന് ചാർജിങ് ചെയ്യാനുമാണ്. അപ്പോൾ ഒരു DIY പ്രൊജക്റ്റ്, ഇപ്പം ഫിക്സഡായിട്ട് ഈ ബാറ്ററി വെച്ചിരിക്കുന്ന ഒരു DIY പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്കൊരു പിന്നിലൂടെ ചാർജിങ് ചെയ്യാം, മറ്റൊരു പിന്നിലൂടെ ലോഡ് സപ്ലൈയും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി അഴിച്ചെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതാണ് 12.6 വോൾട്ട് എന്ന് വെച്ചാൽ 3S ലിഥിയം അയോൺ ബാറ്ററി ബാങ്ക് ചാർജ് ചെയ്യാനുള്ള മൊഡ്യൂളാണിത്. ഇത് നമ്മൾ 5 വോൾട്ട് നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് 12.6 വരുന്ന രീതിയിലുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ചാർജ് ചെയ്തെടുക്കാം. അപ്പോൾ BMS എല്ലാം കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററി ബാങ്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ളൊരു മാർഗ്ഗം നമുക്ക് ഈ ലൈക്കാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതേപോലെ തുടർന്നും ഇതേപോലത്തെ DIY റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്